നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇറ്റാലിയൻ ഫുട്ബോളിൽ നിന്ന് ഇന്നലെ വളരെയധികം വേദനാജനകമായൊരു കാഴ്ച നമ്മൾ കണ്ടു. ഇന്റർ മിലാനും ഫെറന്റീനയും തമ്മിലുള്ള മത്സരത്തിനിടക്ക് ഫെറന്റീനയുടെ താരം കുഴഞ്ഞു വീണു. കളിയുടെ 15-ാമത്തെ മിനിറ്റിലാണ് അത് സംഭവിച്ചത്. യുവതാരം എഡ്വാർഡോ ബോവെ അദ്ദേഹം കുനിഞ്ഞിരുന്ന് തൻ്റെ ബൂട്ടിൻ്റെ ലേസ് കെട്ടുന്നത് കാണാം. അത് കഴിഞ്ഞ് എഴുന്നേറ്റ് നടക്കുന്നതിനിടക്ക് അദ്ദേഹം കൊളാപ്സ്ഡായിട്ട് വീഴുകയാണ് ചെയ്തത്. വളരെ പെട്ടെന്ന് തന്നെ രണ്ട് ടീമിലെയും താരങ്ങളും മറ്റുമൊക്കെ അതിൽ അലേർട്ടാവുകയും അവരാകെ പാനിക്കാവുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. പിന്നെ രണ്ട് ടീമിൻ്റെയും മെഡിക്കൽ സ്റ്റാഫ് വന്ന് താരത്തെ ട്രീറ്റ് ചെയ്തു. ഒടുവിൽ ആംബുലൻസ് വന്നു, അദ്ദേഹത്തെ കൊണ്ടുപോയി. രണ്ട് ടീമിലെയും താരങ്ങൾ കണ്ണീരണിയുന്ന കാഴ്ച. മത്സരം സസ്പെൻഡ് ചെയ്തു, പിന്നീട് അത് പോസ്റ്റ്പോൺ ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്താണ് എഡ്വാർഡോ ബോവയ്ക്ക് സംഭവിച്ചത് എന്നറിയാൻ സ്വാഭാവികമായിട്ടും ഫുട്ബോൾ ലോകം ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ഘട്ടത്തിൽ പിന്നീട് വിശദീകരണങ്ങൾ വന്നു. ഫെറന്റീന തന്നെ അതുമായി ബന്ധപ്പെട്ട് ഒഫീഷ്യലായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. താരത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ അദ്ദേഹത്തിന് ബോധം തിരിച്ച് കിട്ടിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫെറന്റീന അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ കൃത്യമായിട്ട് പറയുന്നത്, ഫെറന്റീന ആൻഡ് കാലഗി യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ അനൗൺസ് ദാറ്റ് ഫുട്ബോളർ Edward Bowe is currently under pharmacological sedation and hospitalized in intensive care എന്നാണ് അവർ സ്റ്റേറ്റ്മെൻറ്റിൽ അറിയിച്ചത്. അപ്പോൾ അദ്ദേഹത്തെ ഇപ്പം ഒരു സെഡേഷൻ കൊടുത്ത് കിടത്തിയിരിക്കുകയാണ്. ഏതായാലും അദ്ദേഹത്തെ കൊണ്ടുപോയ ഘട്ടത്തിൽ അദ്ദേഹത്തിന് കാർഡിയാക് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ ഒരു ഗ്രൗണ്ടിൽ വെച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ പോലും വലിയ രൂപത്തിലുള്ള ഡാമേജ് ഒന്നും സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ താരം ബ്രീത്ത് ചെയ്യുന്നുണ്ട് എന്ന കാര്യം കൂടി ആശ്വാസജനകമായിട്ടുള്ളതാണ്. എന്തായാലും അടുത്ത 24 മണിക്കൂറിനിടക്ക് വീണ്ടും അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻ പരിശോധിക്കും എന്നുള്ള വിവരം കൂടി ഫെറന്റീന അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഫുട്ബോൾ ലോകത്തിൻ്റെ പ്രാർത്ഥന മുഴുവനും എഡ്വാർഡ് ബോവെ എന്ന 22-കാരനോടൊപ്പമാണ്. എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് സുഖം പ്രാപിക്കാനാവട്ടെ, തിരികെ ജീവിതത്തിലേക്ക് എത്താൻ കഴിയട്ടെ, പൂർണ്ണ ആരോഗ്യവാനായിട്ട് എത്താൻ കഴിയട്ടെ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.